പ്രൈസ് എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം യേശുക്രിസ്തുവിനെ ഈ ലോകം പകച്ചിരുന്നു, ഹേറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ നമ്മളെയും ഈ ലോകം ഹേറ്റ് ചെയ്യുക തന്നെ ചെയ്യും, പെർസിക്യൂഷൻ നടക്കുക തന്നെ ചെയ്യും. അത് ദൈവം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലെ? അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് തന്നെയല്ല പെർസിക്യൂഷൻ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത്. അതാണ് ദൈവം പറയുന്നത്. നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ, ദൈവത്തിൻ്റെ ആളുകളുടെ ഇടയിൽ നിന്ന് വരെ ദൈവത്തിനു വേണ്ടി നിൽക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൽ ഓപ്പറേറ്റ് ചെയ്യുകയും അല്ല സ്പിരിച്വലായിട്ട് മച്ചുവർ ആയിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ പറയുക, പെർസിക്യൂഷൻ, ഹേറ്റ്രഡ് കിട്ടുക തന്നെ ചെയ്യും. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ ദൈവം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇളകാൻ പോകരുത്. ഇളകാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണു പോകും, അല്ലെ? പലതരത്തിലുള്ള ഹേറ്റ്രഡ് കൊണ്ടും പലതരത്തിലുള്ള പെർസിക്യൂഷൻ കൊണ്ട് ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ മനുഷ്യരല്ല വരുന്ന, പിശാചിന്റെ ആത്മാക്കൾ മനുഷ്യർ വഴി ഉപദ്രവിക്കുന്നത്. പക്ഷെ അപ്പം അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കുക. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. അത്രയും സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു മൈറ്റി കിങ്, പ്രേസ് ആൻഡ് വർഷിപ്പ് യു മജസ്റ്റിക് കിങ്, വാട്ട് എ വണ്ടർ വർക്കിംഗ് ഗോഡ് യു ആർ. ഹല്ലേലൂയ ഫാദർ ഗോഡ്. അങ്ങനെ പോലെ ഒരു ദൈവം ഇല്ലാത്തതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിക്കുന്നതിനായിട്ടും ഞങ്ങളെ സ്ട്രെങ്ത് ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളുടെ കൂടെ എന്നുമുണ്ട് കർത്താവെ. ഒന്നിനും തന്നെ കർത്താവെ അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങളെ എടുത്തു മാറ്റാൻ സാധിക്കത്തില്ല. അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഇന്ന് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പോൾ നമുക്കിന്ന് യോഹന്നാന്റെ സുവിശേഷന്റെ 15ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. 15ഉം 16ഉം, 15ന്റെ 18 തൊട്ട് 27 വരെ, പിന്നെ 16ന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്കുകൾ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യോഹന്നാന്റെ 15ന്റെ 18 തൊട്ട് 27 വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു അറിവിൻ. യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. ലോകം യേശുക്രിസ്തുവിനെ പകച്ചിരിക്കുന്നു. അപ്പം നമ്മളെ പകയ്ക്കുന്നതിനൊക്കെ എത്രയോ മുമ്പ്, ഹേറ്റ് ചെയ്യുന്നതിനൊക്കെ എത്രയോ മുമ്പ് യേശുക്രിസ്തുവിനെ ഹേറ്റ് ചെയ്തതാണല്ലേ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരാകാതിരിക്കാതെ ഞാൻ നിങ്ങൾ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. താങ്ക് യു ജീസസ്, അല്ലെ? യേശുക്രിസ്തു നമ്മളെ ഈ ലോകത്തിൽ നിന്ന് സെറ്റപ്പാർട്ട് ചെയ്തിരിക്കുന്നു, നമ്മളെ വിടുവിച്ചിരിക്കുന്നു. ലോകാരംഭത്തിന് മുമ്പ് തന്നെ നമ്മളെ കണ്ടതാണ്. നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മളെ കണ്ടതാണ്, അല്ലെ? നമുക്കറിയാം, നമ്മൾ പിണ്ടാകാരമായിരുന്ന സമയത്ത് തന്നെ നമ്മളെ അവനായിട്ട് വേർതിരിച്ചതാണ്. അതിനായിട്ട് നന്ദി പറയുന്നു, അല്ലെ? അപ്പോൾ ലോകക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു നമ്മളെങ്കിൽ ലോകം നമ്മളെയും സ്വീകരിക്കുമായിരുന്നു, അല്ലെ? ഇപ്പൊ സ്വീകരിക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അവരുടെ പാട്ടല്ല. ഇനി 20ാമത്തെ വാക്കോട്ടെ: ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളെയും പ്രമാണിക്കും. എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായക കൊണ്ട് എൻ്റെ നാമം നിമിത്തം ഇത് ഒക്കെയും നിങ്ങളോട് ചെയ്യും. എൻ്റെ നാമനിമിത്തം ഇതൊക്കെ നിങ്ങളോട് ചെയ്യും. ഞാൻ വന്നു അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു. ഇപ്പോഴോ അവരുടെ പാപത്തിന് ഒഴികഴിവില്ല. എന്നെ പകയ്ക്കുന്നവർ എൻ്റെ പിതാവിനെയും പകയ്ക്കുന്നു. മറ്റൊന്നും ചെയ്തിട്ടില്ലാത്ത പ്രവൃത്തികളെ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു. ഇപ്പോഴോ അവർ എന്നെയും എൻ്റെ പിതാവിനെയും കാണുകയും പകയ്ക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാക്കേണ്ടത് തന്നെ. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്നു നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന ഞാൻ നിങ്ങളുടെ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. നിങ്ങളും ആദ്യം മുതൽ എന്നോടുകൂടെ ഇരിക്കെ കൊണ്ട് സാക്ഷ്യം പറവിൻ. ഇനി 16ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്ന തൊട്ട് 4 വാക്കുകൾ: നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇതു നിങ്ങളോട് സംസാരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടർ ആക്കും. അത്രയുമല്ല, നിങ്ങൾ കൊല്ലുന്നവർ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അവർ പിതാവിനെയും എന്നെയും അറിയായ കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിന്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഒരിക്കൽ കൊണ്ടത്തെ. അപ്പൊ ഇവിടെ യേശുക്രിസ്തു, നമ്മൾ നേരത്തെ വായിച്ച പോലെ ഇത് യേശുവിന്റെ വാക്കുകളാണ്.
യേശു 18-ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിയുവാൻ. നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് അവർ നിങ്ങളെ പകയ്ക്കും, അല്ലെ? നിങ്ങളെ ഞാൻ ലോകത്തിൽ നിന്ന് വേർപ്പെടുത്തിയിരിക്കുന്ന, സെറ്റപ്പാർട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് വേണ്ടി എന്നെല്ലാം പറയുന്നു. അതിനുശേഷം യേശു 20-ാമത്തെ വാക്ക് പറയും, ദാസൻ യജമാനേക്കാൾ വലുതല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന എന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും, എന്റെ വചനം പ്രമാണിച്ചു എങ്കിൽ നിങ്ങളുടെ വചനം പ്രമാണിക്കും. അപ്പൊ ലോകത്തിൽ നിന്ന് ഉപദ്രവം കിട്ടുക എന്നുള്ളത് അത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെ? നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയണേ, അതൊരു സർപ്രൈസ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകരുത്. കാര്യം എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്, അല്ലെ? ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അല്ലെ? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡും ലോകത്തിൽ വസിക്കുന്ന ലോകത്തിന്റെ നാഥനായിട്ട്, അല്ലെ, റൂളറായിട്ട്, അല്ലെ, ജീവിക്കുന്ന പിശാച് രണ്ടും രണ്ടാണ്. പിശാച് അവന് തന്നെ അറിയാം അവന്റെ സമയം അവസാനിക്കാൻ പോകുന്ന അറിയുന്നതുകൊണ്ട് തന്നെ എന്താ പറയാ, ദൈവത്തിന്റെ മക്കളെ കുറച്ചെങ്കിലൊക്കെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ഒരു വാഞ്ചയോട് നടക്കുകയും ആരെങ്കിലുമൊക്കെ വീണു പോവുകയാണെങ്കിൽ, ഈ പ്രോസിക്യൂഷൻ ഒക്കെ കാരണം വീണു പോവുകയാണെങ്കിൽ അവരെയും കൂടെ അവന്റെ കൂടെ പാതാളത്തിലാക്കാം എന്നുള്ളൊക്കെ ഒരു തീരുമാനമായിട്ട് നടക്കുന്നവരാണ്. അപ്പൊ അവന്റെ പ്രവർത്തികളെ പറ്റി നമ്മൾ സർപ്രൈസ്ഡ് ആകരുത് എന്ന് പറയും. അപ്പൊ ദൈവം പറയും നമ്മളോട്, ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളോട് ഇപ്പോഴേ തന്നെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന്, നിങ്ങൾ വീണ് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെ? അപ്പൊ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാല്, യേശുക്രിസ്തു ലോകത്തിന്റെ കാര്യമാണ് പറഞ്ഞു തുടങ്ങി, ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ 16-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ 21 തൊട്ടിങ്ങനെ തുടങ്ങുന്ന വാക്കുകൾ 16-4 വരെ നമ്മൾ വായിച്ചു, അവിടം വരെ വരുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ദൈവം പറയുന്നത് ദൈവത്തിന്റെ ആൾക്കാരെ പറ്റി പറയുന്നത്. ലോകത്തെ പറ്റി പറഞ്ഞു തുടങ്ങിയിട്ട് ദൈവത്തിനെ അറിയാവുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞാൽ നിർത്തുന്നവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ലോകം നമ്മളെ പകയ്ക്കും, ലോകം നമ്മളെ വെറുക്കും എന്ന് പറഞ്ഞിരിക്കും. ലോകത്തിൽ ദൈവമില്ല. ലോകത്തിന്റെ നാഥനായിട്ട് നമുക്കറിയാം, എഫേസ്യർ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്, നമ്മൾ ഒരു കാലത്ത് നമ്മൾ മരിച്ചവരായിരുന്നു, നമ്മുടെ അകൃത്യത്താൽ, അല്ലെ, നമ്മുടെ ട്രെസ്പാസിൽ നമ്മൾ മരിച്ച വ്യക്തികളായിരുന്നു. അപ്പോ നമ്മൾ ഈ ലോകത്തിന്റെ റൂളറായിരിക്കുന്ന പ്രിൻസ് ഓഫ് ദ എയർ, അല്ലെ, പ്രിൻസ് ഓഫ് ദ പവർ ഓഫ് ദ എയർ എന്ന് വെച്ചാൽ പിശാച്, അവന്റെ താളത്തിനൊത്ത് തുള്ളി നടന്നവരായിരുന്നു. നമ്മുടെ ജഡത്തിന്റെ മോഹത്തിനനുസരിച്ച് തുള്ളി നടന്ന വ്യക്തികളായിരുന്നു നമ്മൾ. അവിടെ നിന്നെല്ലാം നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ് യേശു ക്രിസ്തു, അല്ലെ? അപ്പൊ ഈ ലോകത്തുള്ളവർക്ക് ദൈവമില്ല, ലോകത്തുള്ളവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിശാചാണ്. അങ്ങനെയുള്ളവര് നമ്മളെ പേഴ്സിക്യൂട്ട് ചെയ്യും, ഉപദ്രവിക്കും. അതൊരു കാര്യം, അല്ലെ? ഇനി ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോൾ ദൈവം പറയുന്നത്, എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായികൊണ്ട്, അല്ലെ, ദൈവത്തെ അയച്ച യേശു ക്രിസ്തുവിനെ അയച്ചിരിക്കുന്ന പിതാവായ ദൈവത്തിന് ലോകത്തിന് അറിയത്തില്ലല്ലോ. ഇതൊക്കെ നിങ്ങളോട് ചെയ്യും. അവൻ ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ, ഇപ്പൊ 22-ാമത്തെ വാക്കോട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡീവിയേഷൻ വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ലോകത്തെ പറ്റി പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ന്യായപ്രമാണത്തെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നത്, അല്ലെ? ഞാൻ വന്ന് അവരോട് സംസാരിക്കാതിരുന്നെങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു, ഇപ്പോഴും അവരുടെ പാവത്തിന് ഒഴിവഴിയുമില്ല. 24-ാമത്തെ വാക്ക് പറയുക, മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവർത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിരുന്നില്ല എങ്കിൽ അവർക്ക് പാപം ഇല്ലായിരുന്നു എന്ന് പറയുന്നു, അല്ലെ? അപ്പോ പിന്നെ താഴേക്ക് വരും ഞാൻ പറഞ്ഞിരിക്കുക, അവർ വെറുതെ എന്നെ പകച്ചു എന്ന് അവരുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാക്കേണ്ടത് തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് വെച്ചാല്. പിന്നെ ലോകത്തിന്റെ കാര്യം പറഞ്ഞു വന്നിട്ട് പിന്നെ ന്യായപ്രമാണത്തിന്റെ കാര്യം പറയുന്നു വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് എന്താ പറയുക, ദൈവത്തിന്റെ മക്കൾക്ക് രണ്ട് രീതിയിലും പ്രോസിക്യൂഷൻ വരും, അല്ലെ? ഇപ്പൊ ഇവിടെ 16-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോഴും അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരും, അവർ പിതാവിനെയും എന്നെയും അറിയാകൊണ്ട് ഇങ്ങനെ ചെയ്യും എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്തിന്റെ കാര്യവും പറയുന്നു, ദൈവത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവരെയും പറ്റിയും പറയുന്നു, അല്ലെ? ഇവിടെ ദൈവം പറഞ്ഞേക്കും, ഇവര് ദൈവത്തിൻ്റെതാണെന്ന് പറയുന്ന ആൾക്കാര്, ഇസ്രായേൽ ജനം ന്യായപ്രമാണം കൊടുത്തിരുന്ന വ്യക്തികൾ ദൈവത്തിന്റെ ആൾക്കാരാണ് അവർ, അല്ലെ? അവരിൽ നിന്നും ദൈവത്തിന്റെ മക്കൾക്ക്, അതായത് നമ്മൾക്ക് എന്താ പറയുന്നത്,
പെർസിക്യൂഷനും ഉപദ്രവവും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ജൂതന്മാരിൽ നമ്മൾ പെർസിക്യൂഷൻ അനുഭവിക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, അപ്പോസ്തലന്മാരോട് ദൈവം പറയുവാൻ, നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് തന്നെ എന്താ പറയാ, ലോകം നിങ്ങളെ പഴിക്കുന്നത് പോലെ, ഹേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇവരും ഈ ജൂതന്മാരെ ഹേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ അത് തന്നെയാണ് ന്യായപ്രമാണമുള്ള വ്യക്തികൾ ഹേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് അപ്പോസ്റ്റൽ പോളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോസ്റ്റൽ പോൾ നമുക്കറിയാം ന്യായപ്രമാണത്തിൽ വളരെയധികം പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. പോള് ആകുന്നതിന് മുമ്പ്, സോളായിരുന്ന സമയത്ത് അല്ലെ, ഗമാലിയലിന്റെ ഒക്കെ അടിയിൽ പഠിച്ച് വളരെയധികം പ്രാവീണ്യമുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്പിരിറ്റ് വേറെയായിരുന്നു അല്ലെ, റിലീജിയസ് സ്പിരിറ്റ് ആയിരുന്നു, മതത്തിൻ്റെതായിട്ടുള്ള സ്പിരിറ്റ് ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ യേശുക്രിസ്തു പറയും, ഇതേ സാധനമാണ് പരീശന്മാരുടെ ഇടയിലും സാദുസീകളുടെ ഇടയിലും വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, ഇത് നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ പേഴ്സിക്യൂട്ട് ചെയ്ത് നിങ്ങളെ ഉപദ്രവിക്കുക തന്നെ ചെയ്യും. ഇനി എന്തിനാണ് അവർ ചെയ്യുന്നത്? അപ്പൊ ലോകം എന്തിനാണ് നമ്മളെ പേഴ്സിക്യൂട്ട് ചെയ്യുന്നത്? ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാര് എന്തിനാണ് പേഴ്സിക്യൂട്ട്? ഇപ്പൊ രണ്ട് തരത്തിലുള്ള ആൾക്കാര്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ അല്ലെ, ആ സ്പിരിച്വൽ ആയിട്ട് സ്ട്രോങ് ആയിട്ട് ദൈവത്തിൽ നിൽക്കുന്ന വ്യക്തികളെ പേഴ്സിക്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത്, ലോകത്തിലുള്ളവര് ദൈവത്തിൻ്റെതാണെന്ന് പറയുന്നത് തന്നെ വ്യക്തികൾ അല്ലെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ദൈവത്തിൻ്റെതാണെന്ന് പറയുന്ന വ്യക്തികള് അതിനെപ്പറ്റി ഒന്ന് പറയട്ടെ. ഇപ്പൊ ലോകത്തിലെ നാഥനായിട്ട് നിൽക്കുന്ന പിശാചിനെ പറ്റി നമുക്കറിയാലോ. അപ്പൊ ദൈവത്തിൻ്റെതാണെന്ന് പറയുന്ന വ്യക്തികളും പ്രോസിക്യൂട്ട് ചെയ്യുന്ന, പറയുന്ന വ്യക്തികളും എന്താ പറയാ, ദൈവത്തിൻ്റെതാണെന്ന് പറയുന്നവരും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യും എന്ന യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ചർച്ചില്ലാത്ത, ഇപ്പൊ ചർച്ചിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. കാർണൽ ക്രിസ്ത്യൻസും ഉണ്ട്, സ്പിരിച്വൽ ക്രിസ്ത്യൻസും ഉണ്ട് അല്ലെ. രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യൻസ് ഉള്ളത്. കാർണൽ ക്രിസ്ത്യൻസ്, ജഡത്തിൻ്റെതായ തരത്തിലുള്ള ക്രിസ്ത്യൻസ് ഉള്ളത്, അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ട് അല്ലെ, സ്പിരിറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രിസ്ത്യൻസും ഉണ്ട്. രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യൻസ് ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുമ്പോൾ ഇസ്രായേലിന്റെ അന്നത്തെ ഒരു കാര്യം വെച്ച് നോക്കൂ. ഇസ്രായേല് ന്യായപ്രമാണം ഉണ്ടായിരുന്ന കുറെ ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലെ. ന്യായപ്രമാണം ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ആ സമയത്ത് അപ്പോസ്തലന്മാരും ഉണ്ടായിരുന്നു, ദൈവത്തിന് യേശു ക്രിസ്തുവിന് വേണ്ടി നിലനിന്ന വ്യക്തികളും ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഒരു കൂട്ടര് കാണലാണ്, അവര് യേശു ക്രിസ്തു വിശ്വസിക്കാൻ താല്പര്യമില്ലാതെ നടക്കുന്ന വ്യക്തികൾ. പക്ഷെ മറ്റൊരു കൂട്ടര് എന്താ പറഞ്ഞ, അവര് വളരെ സ്പിരിച്വൽ ആണ്, അവര് സ്പിരിറ്റ്, അവര് ലൈവ് ആണ്, അവര് ആ സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫ് അല്ലെ, സ്ട്രോങ് ആയിട്ട് യേശുവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളാണ് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഡിവിഷനെ പറ്റി പറയുക. അപ്പൊ ഈ അന്നത്തെ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഉള്ളില് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ആ ജാതീയതയുടെ അല്ലെ, ആ മതത്തിൻ്റെതായിട്ടുള്ള എന്താ പറയുക, ആ ഒരു എന്താ പറയുക, റിലീജിയസ് ആയിട്ടുള്ള സ്പിരിറ്റ് ആണ് പിശാചിൽ നിന്ന് വരുന്നത്. അതാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ എന്താ പറയുക, എന്താണ് പ്രത്യേകത, ഈ ആ സ്പിരിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, എപ്പോഴും ദൈവത്തിന്റെ വർക്കിനെ നിർത്തുക അല്ലെ, ദൈവത്തിന്റെ വർക്കിന് ഒരു സ്റ്റോപ്പ് ഇടുക എന്നുള്ളതാണ് ഈ റിലീജിയസ് ആയിട്ടുള്ള, ജാതീയമായിട്ടുള്ള, മതപരമായിട്ടുള്ള ആ സ്പിരിറ്റ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ കാര്യം അല്ലെ. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഈ റിലീജിയസ് സ്പിരിറ്റ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് പല കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാം വിശദമായിട്ട് പറയാൻ സാധിക്കത്തില്ല. പിന്നെ എനിക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയത്തില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ അവരുടെ ആ സ്പിരിറ്റിന്റെ ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് വെച്ചാൽ അത് പിശാചിൽ നിന്ന് വരുന്ന സ്പിരിറ്റ്. അപ്പൊ ദൈവത്തിന്റെ വർക്കിനെ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക അല്ലെ, എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക. റിവൈവൽ നടക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യിക്കുക. യേശുക്രിസ്തുവിന്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ഇവര് ഇറങ്ങി പുറപ്പെട്ടത്, ഈ പരീശന്മാരൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരുന്നത് അല്ലെ. അപ്പോ പക്ഷെ ദൈവത്തിന്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ദൈവമാണ് അല്ലെ. അപ്പൊ എന്താ പറയുക, യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ മരിക്കുക എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടത്തിന് പ്രകാരം നടന്ന കാര്യമാണ്. അത് ഈ റിലീജിയസ് സ്പിരിറ്റിന് കൊണ്ടൊന്നും സാധിക്കത്തില്ല അല്ലെ. പക്ഷെ എന്നാലും ആ
റിലീജിയസ് സ്പിരിറ്റ് ഉള്ള വ്യക്തികൾ അവർക്ക് പറ്റുന്നത്രയും കാര്യങ്ങൾ ചെയ്തു. യേശുവിന് എന്താ പറയുക, അത്രയും 12 മണിക്കൂറോളം നോക്കുകയൊക്കെ ചെയ്തു അല്ലെ. അപ്പൊ അവർ അത്രത്തോളം ചെയ്യുകയോ ചെയ്തു. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് യേശു വഴി അവർ നടന്നുകൊണ്ടിരുന്ന വലിയൊരു മാസീവ് മൂവ് അല്ലെ, ദൈവത്തിന്റെ ഒരു മൂവ്, ദൈവത്തിന്റെ ഒരു റിവൈവൽ അല്ല, ദൈവം കൊണ്ടുവന്ന റിവൈവൽ. യേശു ക്രിസ്തു മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, കണ്ണുപൊട്ടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു അല്ല, കുരുടായവർക്ക് കാഴ്ച കൊടുക്കുന്നു, എന്താ നടക്കാൻ വയ്യാത്തവരെ നടപ്പിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഹീലിങ്ങുകളും ഡെലിവറൻസുകളും നടത്തുന്നു. അങ്ങനെയെല്ലാം നടത്തിക്കൊണ്ടിരിക്കും. ഭയങ്കര ഒരു മൂവ് ഓഫ് ഹോളി സ്പിരിറ്റ് ഗോഡ് അല്ലെ, അതാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇവര് എങ്ങനെയാണെങ്കിലും വേണ്ടില്ല യേശുക്രിസ്തുവിനെ കൊണ്ട് ഈ വർക്ക് ചെയ്യിപ്പിക്കരുത് അല്ലെ. അപ്പൊ അത് തന്നെ മൈൻഡ് സെറ്റപ്പ് തന്നെയാണ്, അതേ സ്പിരിറ്റ് തന്നെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോസ്തലന്മാര് യേശുവിന്റെ മരണത്തിന് ശേഷം അപ്പോസ്തലന്മാര് വഴി ദൈവം വർക്ക് ചെയ്യാൻ ജെറുസലേമിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതേ തന്നെ സ്പിരിച്വൽ ഓപ്പറേഷൻ ഈ എന്താ പറയാ റിലീജിയസ് സ്പിരിറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. റിവൈവൽ എങ്ങനെയും നിർത്തും അല്ലെ. അപ്പോസ്തലന്മാര് വഴി തുടങ്ങി വെച്ചിരിക്കുന്ന ആ റിവൈവൽ എങ്ങനെയെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യാന്ന് അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ എന്താ പറയാ ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനതയെ അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി ന്യായപ്രമാണത്തിന് കീഴിലുണ്ടായിരുന്ന മതപരമായിട്ടുള്ള സ്പിരിറ്റ് എന്താ പറയുക ഉണ്ടായിരുന്ന ആളുകള് അവരിറങ്ങി പുറപ്പെട്ട് ദൈവത്തിന്റെ വർക്കിനെ നിർത്തുന്നതിന് വേണ്ടി അല്ലെ, നിർത്തിക്കുന്നതിന് വേണ്ടി അവരിറങ്ങി പുറപ്പെട്ടെങ്കിൽ അതേ ഒരു ഇഫക്റ്റ് അല്ലെ, അതേ സെയിം സ്പിരിറ്റുകളും ഇന്ന് നമ്മളുടെ ചർച്ചുകളിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടി അന്നത്തെ അപ്പോസ്തലന്മാരോട് പറഞ്ഞ കാര്യം മാത്രമല്ല, അവർക്ക് വേണ്ടി മാത്രമല്ല ഉള്ള കാര്യമല്ല, നമ്മൾക്കും കൂടി ഉള്ളതാണ്. ഇവിടെ 18ാമത്തെ വാക്കിലൊക്കെ ദൈവം പറയുന്നുണ്ട് ലോകത്തിൽ നിന്ന് നമ്മൾക്ക് വരാൻ പോകുന്ന ഉപദ്രവത്തെ പറ്റി പറഞ്ഞു. അപ്പൊ ലോകത്തിൽ നടക്കുന്ന കാര്യം ലോകത്തിന്റെ നാഥനായിരിക്കുന്ന റൂളറായിരിക്കുന്ന പിശാചാണ് അല്ലെ. അപ്പൊ അവൻ എങ്ങനെയെങ്കിലും നമ്മളുടെ ദൈവത്തിന്റെ വർക്ക്, ദൈവത്തിന്റെ കിങ്ഡം ഈ ലോകത്തിലേക്ക് വരുന്ന നിർത്തണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ റിലീജിയസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ മതപരമായിട്ടുള്ള സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതും പിശാചിന്റെ സ്പിരിറ്റ് തന്നെയാണല്ലോ. അപ്പൊ ലോകത്തിൽ നിന്നും നമ്മൾക്ക് നേരെ പ്രോസിക്യൂഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അല്ലെ, അതോടൊപ്പം തന്നെ എന്താ പറയുന്നത്, ദൈവത്തെ അറിയുന്നവർ എന്ന് പറയുന്ന ആൾക്കാരുടെ നിന്ന് ഇപ്പൊ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ പാട്ടായിരുന്നല്ലോ അല്ലെ. ദൈവത്തിന്റെ ദൈവം ഏറ്റെടുത്തതാണ് അവരെ. ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന പിതാവ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇസ്രായേൽ എന്റെ ആദിജാതനാണെന്നൊക്കെ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് അവരിൽ നിന്നാണ് എന്താ പറയുക യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് അല്ലെ, ക്രിസ്ത്യാനികൾക്ക് പ്രോസിക്യൂഷൻ വരുന്നെന്നും അവർ നിങ്ങളെ പള്ളിപ്രഷ്ടരാക്കുമെന്നും സ്വർഗ്ഗത്തിൽ നിന്ന് വിടുമെന്നും നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാൾ വരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലൻ പോളൊക്കെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ അല്ലെ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാലങ്ങൾ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മളുടെ ചർച്ചിന്റെ ഇടയിലേക്ക് നമുക്ക് ആപ്ലിക്കബിൾ ആണ് എന്ന് വെച്ചു കഴിഞ്ഞാല് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചർച്ചിന്റെ അകത്ത് തന്നെ 2 തരത്തിലുള്ള സ്പിരിറ്റുകൾ ഉള്ള വ്യക്തികൾ നമുക്ക് കാണാം. 2 തരത്തിലുള്ള ക്രിസ്ത്യൻസ് ഉണ്ട് ചർച്ചിന്റെ അകത്ത്. നമുക്കറിയാം 1 കൊരിന്ത്യർക്ക് ലേഖനത്തിൽ 3ാമത്തെ ചാപ്റ്ററിൽ പോൾ വഴി ദൈവം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാർണൽ ക്രിസ്ത്യൻസും ജഡത്തിന്റെ ആയിട്ടുള്ള ക്രിസ്ത്യൻസും എന്താ പറയാ സ്പിരിച്വൽ ക്രിസ്ത്യൻസും ഉണ്ട് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തികൾ, സത്യത്തിൽ ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തികൾ, യേശുക്രിസ്തുവിൽ റൂട്ടഡ് ആയിരിക്കുന്ന വ്യക്തികൾ, യേശുക്രിസ്തുവിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ, അവരുടെ സ്പിരിറ്റ് വളർന്നിരിക്കുന്ന വ്യക്തികൾ, അവര് ദൈവത്തെ സ്നേഹിക്കുന്ന, അവർക്ക് ദൈവമായിട്ട് വളരെയധികം അടുപ്പമുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് അല്ലെ. അതോടൊപ്പം തന്നെ വേറെ കൂട്ടം ആൾക്കാരാണ് ചർച്ചിലൊക്കെ കാണുന്ന കാഴ്ചയാണ് എന്ന് വെച്ചാല് ജഡത്തിലായിരിക്കുന്ന ക്രിസ്ത്യൻസ് അല്ലെ. ജഡത്തിൽ ഓപ്പറേറ്റ് ചെയ്ത, ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രിസ്ത്യൻസ്. അവർക്ക് ദൈവമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല, പക്ഷെ അതേ സമയത്ത് ദൈവത്തിൻ്റെതാണെന്ന് പറയപ്പെടുന്നു. കാരണം അവര് ഒരു കാലത്ത് വിശ്വസിച്ചുകൊണ്ടിരുന്നു, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് ചർച്ചിന്റെയൊക്കെ പാട്ടൊക്കെയാണ്, പക്ഷെ ഇന്നും ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ. അവര് ചിലപ്പോൾ ബൈബിൾ വായിക്കുന്നവരായിരിക്കും, ബൈബിൾ വായിക്കാതിരിക്കുന്നവരായിരിക്കാം, ദൈവമായിട്ട് പ്രത്യേകിച്ച് അടുപ്പമൊന്നുള്ള വ്യക്തികളൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ എന്നാലും പുറമേ നോക്കുമ്പോൾ വളരെയധികം
സ്പിരിച്വലായിട്ട് കാണപ്പെടുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരും ചർച്ചിലുണ്ടെന്ന് ദൈവം പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും പെർസിക്യൂഷൻസ് വരാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളെ കൊല്ലുന്നവര് എന്താ പറയാ, നിങ്ങളെ കൊല്ലുന്നവർ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആൾ വരുന്ന പോലെ ഇന്ന് നമ്മളെ ഫിസിക്കലി ആയിട്ടൊന്നും കൊല്ലുന്നുണ്ട്, ആൾക്കാരൊന്നും കൊല്ലത്തില്ല. പക്ഷേ ഒരു ആത്മീയ വളർച്ച നമ്മൾ വളരാൻ തുടങ്ങുമ്പോൾ അത് മുളയിലെ നുള്ളിക്കളയുന്ന ആൾക്കാരുണ്ട് അല്ലെ. റിവൈവൽ നടക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു മൂവ് നടക്കുമ്പോൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലും ഉണ്ട് അല്ലെ. അപ്പൊ ഈ റിലീജിയസ് സ്പിരിറ്റിന്റെ സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഇതൊക്കെയാണ്. ദൈവത്തിന്റെ വർക്കിനെ എങ്ങനെയെങ്കിലും നിർത്തിയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവർക്ക് മനസ്സിലാകണമെന്ന് ദൈവം എന്താ ചെയ്യുന്നുള്ള കാര്യം. അപ്പൊ അവർക്ക് മനസ്സിലാകാതിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ബാക്കിയെല്ലാം മോശമാണെന്നുള്ള രീതിയിൽ അല്ലെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യും. അതിനെതിരായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാര്യങ്ങൾ എഴുതുകയും ഫോൾസ് പ്രോഫറ്റ്സ്മാരാന്നും എന്താ പറയാ ഫോൾസ് ടീച്ചേഴ്സ്മാരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ ഇറക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ചില പാസ്റ്റർമാർ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഒരു മറ്റുള്ളവർക്ക് ഒരു സ്ഥാനം കൊടുക്കാതിരിക്കുക, അവരെ ഒന്നും വളർത്താതിരിക്കുകയും അങ്ങനെയൊക്കെ ചിലരൊക്കെ ലൂക്വമായിട്ട് തന്നെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എന്താ പാസ്റ്റർമാരൊക്കെ ഉള്ള ചർച്ചകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ദൈവത്തിന്റെ ആ ഒരു മൂവ്, ദൈവത്തിന്റെ ആ ഒരു വർക്ക്, അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് അതിന് തടങ്കലിടുക എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യും. അവർക്ക് മനസ്സിലാക്കാത്ത കാര്യമാണെങ്കിൽ അവർ ക്രിട്ടിസൈസ് ചെയ്യും. എല്ലാത്തിനെയും ഒരു ജഡ്ജ്മെന്റ് കണ്ടുകൊണ്ട് കാണുന്ന, എല്ലാത്തിന്റെ കുറ്റം മാത്രം കണ്ടെത്താൻ നടക്കുന്ന ആൾക്കാർ അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മതപരമായിട്ടുള്ള സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റിലീജിയസ് സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെല്ലാം ഇങ്ങനെ ദൈവത്തിന്റെ ഗ്രേസിൽ ആശ്രയിക്കാതിരിക്കുന്ന വ്യക്തികളായിരിക്കും. എല്ലാം ദൈവത്തെ വർക്ക് കൊണ്ട് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ. ബൈബിൾ വായിക്കുക എന്നുള്ള ഒരു ടിക്ക് ഇടുന്ന പോലെ, ഞാൻ ഇത്രയും നേരം ഇന്നിപ്പോ 2 മണിക്കൂർ ബൈബിൾ വെച്ചു, ഞാൻ ഇന്ന് 2 മണിക്കൂർ പ്രാർത്ഥിച്ചു, അതെല്ലാം വർക്കാണ് അല്ലെ. ദൈവത്തിന്റെ കൃപയിലല്ല അവിടെ ആശ്രയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ 2 മണിക്കൂർ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വലിയവനാണ് അല്ലെ, ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ട് ഞാൻ വലിയവനാണ്, എനിക്ക് പ്രോഫസി പറയാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ വലിയവനാണ്. ബാക്കി എന്റെ ചർച്ചിലുള്ളവർ ഇത് ബൈബിൾ വായിക്കുന്നില്ല, അവർ 5 മിനിറ്റ് ബൈബിൾ വായിക്കുന്നുള്ളൂ, 10 മിനിറ്റ് ബൈബിൾ വായിക്കുള്ളൂ, അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നില്ല, ഒരു ഉപവാസം എടുക്കുന്നില്ല. അപ്പൊ എല്ലാ കാര്യത്തിലും അല്ലെ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് താൻ വലുതാണെന്ന് വിചാരിക്കുന്ന തരത്തിലുള്ളവരും, ഞാൻ വലിയ സ്പിരിച്വൽ ആണെന്നും മറ്റുള്ളവരെല്ലാവരും സ്പിരിച്വൽ അല്ലെന്നും വിചാരിക്കുന്ന തരത്തിലുള്ള അത് എന്താ പറയാ മതപരമായിട്ടുള്ള സ്പിരിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് റിലീജിയസ് സ്പിരിറ്റിന്റെ ഒരു മാനസികമായിട്ടുള്ള അതൊരു രീതിയാണ് അല്ലെ. പിന്നെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് വെച്ചാല് വചനം എടുത്തിട്ട് അവരുടെ ഇഷ്ടത്തിന് അവരുടെ കാര്യം നടത്തുന്നതിന് വേണ്ടി വളച്ചൊടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെ. ദൈവം എന്നോട് ഇതാ പറഞ്ഞെന്നൊക്കെ പറയും. അങ്ങനെ എന്നോട് ദൈവം ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഇന്നലെ ദൈവം എന്നോട് സംസാരിച്ചു അല്ലെ. അല്ല ഞാൻ ബൈബിൾ വായിക്കും, ഇത് ഇന്നതാ ബൈബിൾ ഇതാ അല്ലെങ്കിൽ ബൈബിളിന്റെ വാക്കുകൾ എടുത്തിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ എന്താ പറയുക ജഡ്ജ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവര് അങ്ങനെ പലരും ഉണ്ടല്ലോ അല്ലെ. നമ്മളുടെ ഇഷ്ടത്തിനായിട്ട് ബൈബിൾ വചനങ്ങളെ അവര് വളച്ചൊടിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അല്ലെ. ഇവരെല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്പിരിറ്റിലാണ് അല്ലെ, ഈ മതത്തിൻ്റെതായിട്ടുള്ള സ്പിരിറ്റ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാര് അവര് നമ്മളെ പീഡിപ്പിക്കുക, നമ്മളെ എന്താ പറയാ ദ്രോഹിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുക. അപ്പൊ അത് ഇവര് ദ്രോഹിക്കുമ്പോൾ ദൈവത്തിനായിട്ട് എന്തോ ഒരു വലിയ കാര്യം ഇവർ ചെയ്തു കൊടുക്കുന്ന ആണ് എന്നുള്ള കാര്യമാണ് ഇവര് വിചാരിക്കുന്നത്. അപ്പോ ദൈവം നമ്മളോട് പറയുക, ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ കാണുന്ന അതേ സ്പിരിറ്റ് തന്നെയാണ് അല്ലെ. അപ്പൊ യേശുക്രിസ്തു ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന ഉപദ്രവത്തിനെ പറ്റി പറഞ്ഞു നിർത്തുന്നത് എന്താ പറയുക ഈ നമ്മുടെ ഇടയിലുള്ള ആൾക്കാരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അന്നത്തെ പരീക്ഷന്മാരെ ശാസ്ത്രിമാരെ പറ്റിയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഇടയിലും പരീക്ഷന്മാരെ ശാസ്ത്രിമാര് ഒരുപാട് പേരുണ്ടെന്ന് ചുരുക്കം. അപ്പൊ നമ്മളോട് പറയുക ഇങ്ങനെ, ഒന്നാമത്തെ വാക്ക് പറയുമല്ലോ 16ാമത്തെ വാക്കിന്, നിങ്ങൾ ഇടറി പോകാതിരിക്കാൻ ഞാൻ ഇത് തന്നെ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇടറി പോകരുത് അല്ലെ. കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ദൈവത്തിന്റെ വചനം എടുത്തിട്ട് നമ്മൾ
ശക്തിപ്പെടുത്തുകയും നമ്മൾ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. മുളയിലെ നുള്ളും നമ്മളുടെ വളർച്ചയെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അന്ന് അപ്പോസ്തലന്മാരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മളെയും ദ്രോഹിക്കും എന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ അപ്പൊ ദൈവം നമ്മളോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ, ഇതൊന്നും നമ്മളെ ഒരു കാരണവശാലും ബാധിക്കാതിരിക്കണമെങ്കിൽ ഒന്നേ നമുക്ക് ചെയ്യേണ്ടുള്ളൂ, യേശു ക്രിസ്തുവിലായിരിക്കുക അല്ലെ. യേശു ക്രിസ്തുവിലായിരിക്കും. യേശു ക്രിസ്തുവിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ബന്ധം ദൈവവുമായിട്ട് ഉണ്ടായിരിക്കും. വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം യേശുവുമായിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പം നമ്മള് നമ്മുടെ ഉള്ളിലുള്ള നമുക്കറിയാം, നമുക്ക് 3 പാർട്ടാണ്. നമുക്ക് സ്പിരിറ്റ് ഉണ്ട്, നമ്മൾക്ക് സോൾ ഉണ്ട്, നമുക്ക് ബോഡി ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ സ്പിരിറ്റ് പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ സ്പിരിച്വൽ മാൻ അല്ല, സ്പിരിച്വൽ മാൻ എന്ന് പറയുന്നെങ്കിൽ ആ സ്പിരിറ്റ് വളരെയധികം സ്ട്രോങ് ആണെങ്കിൽ, അല്ലെ, ദൈവത്തിൽ റൂട്ടഡ് ആയിട്ടുള്ളതാണെങ്കിൽ, മറ്റോർഡ് ആയിട്ടുള്ള സ്പിരിറ്റ് ആണ് ഉള്ളതെങ്കിൽ, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അപ്പോൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും നമ്മളെ ഈ ഇവരൊക്കെ എത്രമാത്രം നമ്മൾ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത്, അതൊന്നും നമ്മളെ ഏക്കത്തില്ല. എന്തുകൊണ്ടാണ് അപ്പോസ്റ്റൽ പോളിനൊക്കെ ജയിലിൽ കിടന്നിട്ടും ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുക? റിജോയ്സ് ഇൻ ദ ലോർഡ് അല്ലെ, എപ്പോഴും സന്തോഷിക്കുക, ആഹ്ലാദിക്കൂ ദൈവത്തിൽ നിന്നൊക്കെ എഴുതാൻ എങ്ങനെ സാധിച്ചത്? കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ആ ഉള്ള് അല്ലെ, അവരുടെ ആ സ്പിരിച്വൽ ബീയിങ്, അവരുടെ സ്പിരിറ്റ് വളരെയധികം സ്ട്രോങ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ താൻ കാരാഗ്രഹത്തിലാണെന്നൊന്നും ഒരു കാര്യമില്ല, അതൊന്നും ഒട്ടും തന്നെ ബാധിക്കുന്നില്ല അല്ലെ. പോളിന് അതിനൊന്നും ഒരു കാര്യമേ അല്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണല്ലോ പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അടി എന്നൊക്കെ പറഞ്ഞാല്, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ സഫറിങ്സ് അതൊന്നും ഒന്നുമല്ല. നമ്മൾ അനുഭവിക്കുന്ന സഫറിങ്സ് ഒന്നുമല്ല. പക്ഷെ ഇനി വരാനിരിക്കുന്ന ആ തേജസ്സിനെ പറ്റി ഓർക്കുമ്പോ അല്ലെ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരാമെന്ന ഗ്രേസ്, അതിനെപ്പറ്റി ഓർക്കുമ്പോ എത്രമാത്രം വലുതാണ് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ അതാണ് പോളിന്റെ ഒക്കെ മനസ്സ്. കാരണം പോളൊന്നും ജഡത്തിലല്ലോ ജീവിക്കുന്നത്. പോള് ജീവിക്കുന്ന ആത്മാവിൽ നിറഞ്ഞ, ആത്മാവിന്റെ നിറവിലാണ് പോള് ജീവിക്കുന്നത്. കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ഇതൊക്കെ എഴുതുന്നു വിചാരിച്ചോണം. അപ്പൊ അങ്ങനെയാകുമ്പോ തന്റെ ആത്മാവ് നിറഞ്ഞിരിക്കും ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് അല്ലെ. അതിലാണ് ഇങ്ങനെ അവരുടെ ജീവിതം തന്നെ, അവര് ഓരോ നിമിഷവും ഭരിക്കുന്നത് തന്നെ ആത്മാവിലാണ്. അവര് എന്താ പറയുക, സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലെ, കാണലായിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക, ഈ കാണലായിട്ട് നടക്കുന്ന ഒരു കാര്യം ഒരു ബാധവുമല്ല. തന്നെ എത്രമാത്രം പേര് തല്ലിക്കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ പോളിനതൊരു കാര്യമായിരുന്നില്ല. അപ്പൊ നമ്മളോട് ദൈവം പറയുന്നത് ഇതാ, നമ്മൾ ദൈവത്തിൽ സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ ആ സ്പിരിറ്റ് ദൈവവുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരിക്കട്ടെ അല്ലെ. നമ്മുടെ കാണൽ നേച്ചർ നമ്മൾ ജീവിക്കാതിരിക്കും. നമ്മൾ സ്പിരിറ്റ് നമ്മൾ വളരെ സ്ട്രോങ് ആയിരിക്കുമ്പോൾ, യേശുവിൽ റൂട്ടഡ് ആയിരിക്കും, ഇതൊന്നും ഒരു കാര്യവുമല്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക, ഇങ്ങനെയും ഉണ്ട്, നമ്മുടെ ഇടയിലും ആൾക്കാരുണ്ട്, ഇങ്ങനെ റിലീജിയസ് സ്പിരിറ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ അറിയണം എന്ന് യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കും. അപ്പൊ നമ്മളും അറിഞ്ഞിരിക്കും അല്ലെ. നമ്മൾ വളർത്താനൊന്നും വലിയ ആൾക്കാർക്ക് താല്പര്യമൊന്നും കാണത്തില്ല. നമ്മൾ എന്താ പറയുക, നമ്മളെ നശിപ്പിക്കാനേ ആൾക്കാർക്ക് താല്പര്യം കാണത്തില്ല. അങ്ങനെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് എന്നും മനസ്സിലാക്കുക. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പോകുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവേ, സമയത്ത് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ. അങ്ങയുടെ വചനത്തോടെ നന്ദി പറഞ്ഞ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങിൽ റൂട്ടഡ് ആയിട്ട് ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു ജീവൻ തടന്ന് അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. അനുഗ്രഹിച്ചാൽ നന്ദി യേശുവിൻ നാമത്തിൽ ആമേൻ. കേട്ട നന്ദി ദൈവത്തെ മാത്രം ഉണ്ടാകട്ടെ.